നമ്മുടെ സുഭദ്ര കുട്ടി എത്തുന്നു. കുഞ്ഞാറ്റക്കിളിയാണ്. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുഞ്ഞാറ്റക്കിളി ഓൺ സ്റ്റേജ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് സുഭദ്ര കുട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഷാഡോ കാണാൻ പറ്റില്ല. മുല്ലപ്പൂ ചൊടിയ മലയാളി മങ്കി പഴയൊരു കോട്ട് പറഞ്ഞ കുഞ്ഞിനെക്കുട്ടി എന്ത് പറയുന്നു. നമ്മുടെ പാട്ട് പല ആൾക്കാരും കേട്ടോ കേട്ടോ, സ്റ്റുഡിയോ വെച്ചിട്ട് എല്ലാരും പറഞ്ഞു ഇത് ആര് പാടി. ഞാൻ പറഞ്ഞു കുഞ്ഞാറ്റ. അതുപോലെ റിയാൻകുട്ടനും പാടിയിട്ടില്ലേ, റിയാൻകുട്ടന്റെ വോയിസ് കേൾക്കാം. അതുപോലെ കോറസിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വോയിസ് ജഗത്തിന്റെയും ദക്ഷിന്റെ ഒക്കെ കേൾക്കാം. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത് ഇത് ആര് പാടിയത്, ഇത്രയും രസമായിട്ട് ആര് പാടിയത് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ അതൊക്കെ ഉണ്ട്, ഒരാളുണ്ട് വരുന്നുണ്ട്. പേര് കുഞ്ഞാറ്റതാണ്. അപ്പൊ കുഞ്ഞാറ്റെന്നാണോ പേരിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ഭദ്രയാണ്. അതുകൊണ്ട് നമ്മള് ചിലപ്പോ ഭദ്ര കുഞ്ഞാറ്റെന്ന് വെച്ചാൽ പേരിടും. എന്ത് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? കുഞ്ഞാറ്റെന്നാണോ ഭദ്രാന്നാണോ കുഞ്ഞാറ്റെന്നാണോ കുഞ്ഞാറ്റ ഭദ്രാന്നാണോ? എനിക്ക് കുഞ്ഞാറ്റാന്ന് മാത്രം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്. എനിക്കും കുഞ്ഞാറ്റെന്ന് കേൾക്കാൻ നല്ലൊരു പ്രത്യേകതയുണ്ട്. ഭദ്ര എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സാധനമാണ് ഇങ്ങനെ. കുഞ്ഞാറ്റാന്ന് പറയും എന്നോട്ടാ. അറിയോ എല്ലാവർക്കും ഇഷ്ടം. കുഞ്ഞാറ്റക്ക് ഏതാ ഇഷ്ടം? സ്മോൾ ആറ്റാ നോക്കണം. സ്മോൾ ആറ്റാന്ന് ഇവിടെ എല്ലാരും അതാണ് ചോദിച്ചത്. അങ്ങനെ വെച്ചാൽ അതാണ് ഇവിടെ ഭയങ്കര ഫേമസ് പേരാണ്. പാടിയത് കുഞ്ഞാറ്റ, ബ്രാക്കറ്റിൽ സുഭദ്രയാണ്. പാട്ട് ഇന്ന് ഗന്ധരാജൻ പൂവിടാമോ. അനിൽ പനച്ചൂരാണ് എഴുതിയത് അല്ലേ? മ്യൂസിക് അഫ്സൽ യൂസായി. അഫ്സലിന് വലിയൊരു നമസ്കാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന സംഗീത സംവിധായകനാണ്. വളരെ വളരെ നല്ല പാട്ടുകൾ ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായിട്ടും. അപ്പൊ കുഞ്ഞന, അതുകൊണ്ട് തന്നെ ഈ സെലക്ഷനോട് എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയും. ഫിലിം കലണ്ടർ, വർഷം 2009, പാടിയത് സുജാത ചേച്ചി. അപ്പൊ ബെസ്റ്റ് ആയിട്ട് പറഞ്ഞു. ും
കുഞ്ഞാറ്റ കലക്കി. എന്താ പെണ്ണെ ശോകം കുറച്ച് സമയമായിട്ട് അയ്യോടാ എന്തിനാ ഈ ശോകം? ഒരു ഗ്ലൂമിന് ഗ്ലുമൊക്കെ നമ്മള് മറക്കാം. ഗ്ലുമൊക്കെ അത് മനഃപൂർവ്വം വരുന്നതല്ലല്ലോ, അത് മനഃപൂർവ്വം വരുത്തുന്നതല്ലല്ലോ. അതെ അത് തൊണ്ടയില് വെള്ളം ഉമീര് പറ്റിയിട്ട് ഉണ്ടായതല്ല. ഗ്ലും വന്നില്ലേ? വന്നല്ലോ. എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുക. മധു സാറ് പറഞ്ഞ നിങ്ങൾ എല്ലാരും മറക്കണം. എന്തായാലും ഗ്ലും എനിക്ക് തോന്നുന്നത് ഈ ഫുൾ ഹസ്കി ആയിട്ടല്ലേ പാടിയത്. സാധാരണ പാടുന്ന പോലെ ഓപ്പൺ ആയിട്ടല്ലല്ലോ കുഞ്ഞാറ്റ പാടിയത്, ഹസ്കി ആയിട്ടല്ലേ പാടിയത്. ഗന്ധരാജൻ അതിന്റെ എങ്ങനെയാണ് പാടിയേ? അപ്പൊ അങ്ങനെ പാടിയപ്പോ ത്രോട്ട് ഡ്രൈ ആയി തോന്നുന്നു. അതാണ് ഒരു ഗ്ലൂം വന്നത്. എന്നാ എനിക്ക് എന്റെ നിഗമനം. എന്നാലും ഗ്ലൂം വന്നില്ലേ? അത് മറക്ക്. സംഭവിച്ചോ മറക്കണം. അതെ അത് കഴിഞ്ഞു. കുഞ്ഞാറ്റ പാട്ട് പാടിയിട്ടേ ഇല്ല, മറന്നു. അല്ല അങ്ങനെയല്ല. അതിൽ കൂടുതൽ എല്ലാം മറന്നു പോകാണല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, നിനക്ക് എന്താ പറയാനും നോക്കാം. ഇപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം ഞാൻ പറയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യം മുതൽ അവസാനം വരെ ശ്രുതിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പോയത്, പാടിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വന്നു കണ്ടു താരാട്ടാനായി, അത് എല്ലാ സ്ഥലത്തും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവസാനത്തെ ഗ്രൂപ്പ് മറന്നു. അത് ചോദിച്ചാണ് ഇവരെന്താ പറയണെന്ന് ഞാൻ മറന്നു. ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടി കേട്ടോ. ഇങ്ങനത്തെ പാട്ടുകളും കുഞ്ഞാറ്റയ്ക്ക് ഈസിയായി കൈകാര്യം ചെയ്യാമെന്ന് ഈ പാട്ടിലൂടെ തെളിയിച്ചു. കൊള്ളാം, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇനി ഇങ്ങനത്തെ പാട്ടുകളും ട്രൈ ചെയ്യണം എന്നറിയാം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്നത്തെ പാട്ട് കേട്ടിട്ട്. കേട്ടോ, മെയിൻ റീസൺ ആ വോയിസില് നല്ല പവർഫുൾ വോയിസില്, ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ, ആ പവർഫുൾ വോയിസിൽ ഇത്ര ഹസ്കി ആയിട്ട് ഇത്ര സ്വീറ്റ് ആയിട്ടൊരു പാട്ട് വരും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഈ പാട്ടാ പാടാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഓക്കെ ഇത് എങ്ങനെ ഉണ്ടാവും കുഞ്ഞാറ്റക്കിളി പാടിയ, കുറച്ച് ഹാർഡായി പോവോ എന്നുള്ളൊരു തോട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തി കളഞ്ഞു ആ പാട്ട് കേട്ടോ. പിന്നെ അതുപോലെ ഹസ്കി ആയിട്ട് പാടുമ്പോ എന്താ പറയാ, സാധാരണ ശ്രുതിയൊക്കെ തെറ്റാൻ സാധ്യത കൂടുതലുണ്ടാവും സാധാരണ, പക്ഷെ എല്ലാം കറക്റ്റ് ആയിരുന്നു, ഒരു കുഴപ്പം പറ്റിയില്ല. അവസാനം കുറച്ച് ത്രോട്ട് ഡ്രൈ ആയ ഒരു ഗുളും. അത് ഞാൻ MJ സാറിനോട് കൂടെ ആലോചിക്കട്ടെ, മറക്കണോന്ന്. ആ ഗുളും എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്. ഇല്ലില്ല, അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. മറന്നു, പക്ഷെ ഞാൻ മറക്കണമെന്നൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ കുഞ്ഞാറ്റക്കിളി, നല്ല രസത്തിൽ പാടി. സോ ഹാപ്പി ഫോർ യു. ഇതുപോലത്തെ റൗണ്ട്സ് വരുമ്പോഴാണ് കുഞ്ഞാറ്റയുടെ പൊട്ടൻഷ്യൽ ഇവിടെ പിന്നെയും നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. മിടുക്കി. എനിക്ക് ആഹാ എന്ന് പറയാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ അവസാനം വരെ ഞാൻ അങ്ങനെ കടിച്ചു പിടിച്ചിരുന്ന് ഒന്ന് എണീറ്റ് നിന്നാലോ എന്നൊക്കെ ആലോചിച്ചു. അപ്പോഴാണ് ഗ്ലൂം വന്നത്. പിന്നെ പ്രശ്നമായില്ലേ, ഇതെങ്ങനെ ആഹാന്ന് പറയും. എനിക്ക് ഒരു പിടിയും കിട്ടില്ല, ഞാൻ എത്തും പിടിയും കിട്ടുന്നില്ല. ഒരുപാട് ആലോചിക്കാണ് ഞാൻ. കുഞ്ഞാറ്റക്കിളി എന്താ ഈ പാട്ട് ഇങ്ങനെയൊക്കെ പാടുന്നത് ഈസിയാണോ? അല്ല സംശയമില്ലല്ലോ. ഗ്ലൂം തരുന്നത് ഈസിയാണോ? ഈസിയാണോ? അത് ഈസിയല്ല, പാടിയത് ഈസിയല്ല, ഗ്ലൂം വന്നത് ഈസിയല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണ്, വലിയ പ്രശ്നം. ഇനി ഒരു ആഗോള ചർച്ച തന്നെ വേണ്ടിയല്ലോ അതിനെപ്പറ്റി. എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നമുണ്ട്. മാത്രമല്ല ആദ്യത്തെ ഗ്ലൂമാണ് അല്ലേ? ഗന്ധരാജൻ എന്നുള്ളതിന് ഗന്ധരാജൻ പാടിയില്ലേ? അതെങ്ങനെ പാടില്ല? എന്താ പാടി? ഇപ്പൊ മനഃപൂർവ്വം മാറ്റി പാടി. നേരത്തെ ഗന്ധറാണ് പാടിയത്. ഞാൻ എങ്ങനെ കേട്ടത്? ആരും എങ്ങനെ കേട്ടില്ലേ? പൊതുവെ കേട്ടോ, ഞാൻ രാജമോദ കേട്ടോ.
ഗന്ധരാജനല്ലേ സംശയമുണ്ട്. ഈ അരിമുല്ല പൂവ് പോൽ അത് നന്നായിട്ട് പാടിയോ? പാടിയോ? പാടി. ഓക്കെ, അത് സൂപ്പർ ആയിരുന്നേ. Thank ആരാരിലോ പാടിടാ നീ ഉറങ്ങാൻ ഓമനെ എങ്ങനെയുണ്ടത്? സാധനം പറയാൻ സാറിനൊന്നും അറിയാൻ പാടില്ല. ഒരു ചോദ്യം കൂടെ. ഒരുമിച്ച് പാടുവാൻ ഒരു നല്ല ഗീതകം ദേവരാജ വീണത്തൻ തന്ത്രി വീട്ടി തമ്മിൽ അത് കൊള്ളായിരുന്നോ? വലിയ വലിയ ടിക്കറ്റ്. പിന്നെ കാറ്റിൽ നിന്ന് അവസാനം നിർത്തിയത് അത് കൊള്ളായിരുന്നോ? മെയ്തലോടും കഴിഞ്ഞിട്ടില്ലേ? സൂപ്പർ ആയിരുന്നു. പക്ഷെ ഗോമിന്റെ അത് മറക്കണ്ടായാലും ഇത്ര നന്നായിരിക്കും. പോരെ. അങ്ങനെയാണെങ്കിൽ വരി പോലെ മറന്നാൽ നമ്മൾ അതും മറക്കേണ്ടി വരുമല്ലേ? ഞാൻ അവിടെ മറന്നു കഴിഞ്ഞല്ലോ. ഓർക്കാൻ ശ്രമിച്ചാലും എന്നോട് എന്നെ കുഞ്ഞാറ്റ സമ്മതിക്കില്ല. ഞാൻ മറക്കാന്ന് വിചാരിക്കുന്നു. എത്ര സെക്കൻഡ് എടുക്കും? ആദ്യത്തെ ഗ്ലൂം അല്ലേ, അതുകൊണ്ട് എന്നെ ക്ഷണിച്ചു വരുന്നത്. അതെ, ആദ്യമായിട്ട് ഒരു ഗ്ലൂം വരുന്നേ. മീനോട്ട് പറഞ്ഞ ഞാൻ പിന്നെ അവിടെ പാടി കഴിയുമ്പോഴേ മറന്നു. ഞാൻ ഒന്ന് മനസ്സിൽ വെച്ചോണ്ടിരിക്കാറ്. 10 സെക്കൻഡ് വേണം മറക്കാൻ. അത് തോന്നി എനിക്ക്. മറക്കണോ വേണ്ടേ? മറക്കണം. എങ്ങനെയും ഒന്ന് മറക്കണം. ഇനി വേണമെങ്കിൽ അത് പ്രൂവ് ചെയ്യിക്കണം. ഗ്ലൂമില്ലാണ്ട് വല്ലതും പഠിപ്പിക്കണം, അല്ലേ പഠിപ്പിക്കണോ? ആ ഓരോന്നും മറക്കാൻ നോക്കുമ്പോ അതിനുവേണ്ടി ഞാൻ പഠിപ്പിച്ചേ. കുഴപ്പമില്ല, പഠിക്കോ. പാടിക്കോ. ഈ പല്ലവി മതിയല്ലോ. വെരി ഗുഡ്, സൂപ്പർ. ഞാൻ എന്തിനാ കഴിച്ചത്? അല്ല, മറന്നതുകൊണ്ട് ആ ഗ്ലൂം മറക്കാൻ. ഇറങ്ങി പോകുന്നു നാളെ വന്നിട്ട്. ഞങ്ങൾ ഓൾറെഡി അത് മറന്നതുകൊണ്ട് എഴുന്നേറ്റ് പോയി. അപ്പൊ ഗ്ലൂമിന് മറക്കം വെക്കണം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പാവല്ലേ. കുട്ടി മറന്നു, മധുക്കുട്ടനെ മറന്നു, മീനുകുട്ടി മറന്നു. അത് മറക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. മറന്നില്ലേ? ശ്രമിച്ചു മറന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പറഞ്ഞോളൂ. ഇത് കുഞ്ഞാറ്റ വേർഷൻ 2.0 ആണ്. അതിന് യാതൊരു സംശയം. പക്ഷെ അതിന് മാർക്ക് ഗ്ലൂം അത് പ്രശ്നം. ആ ഗ്ലൂം ഞാൻ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. ഇപ്പൊ മറന്നു. ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്താ ഇവിടെ ഉണ്ടായത്? ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് it is going to be 99 അല്ല. ഇത് വന്ന് 100. നമ്മുടെ പെർഫോമർ ഉണ്ടെങ്കിലാണ് കേട്ടോ കുഞ്ഞാറ്റയ്ക്ക്. ആരെയാ വിളിക്കേണ്ട തരാനായിട്ട്? MJ ഉണ്ട്. ഓർമ്മശക്തി കൂടുതലുള്ള MJ.
ചോക്ലേറ്റ് കഴിച്ചാൽ അവന്റെ കേടുപാടൊക്കെ മാറ്റി തരും വലിയ വൈറ്റ്. അതെ. മനോഹരൻ ആയിരിക്കും. കുഞ്ഞാറ്റയ്ക്ക് വലിയ വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു എം ജെ അങ്കിൾ. താങ്ക് യു കുഞ്ഞാറ്റ. ടാറ്റാ.